നമ്മൾ ലൈംഗികമായിട്ട് ഉത്തേജിക്കപ്പെടുന്നതിനെ പറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മൾ ഒളിഞ്ഞു നോക്കുക അല്ലെങ്കിൽ തൊടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി എന്തിനാണ് അങ്ങനെ ആളുകൾ ചെയ്യുന്നത്? അതിന് കാരണം അവർക്ക് സെക്ഷൽ അറോസൽ അതുകൊണ്ട് കിട്ടുന്നതുകൊണ്ടാണ്. ഇതിനുള്ള ആക്ടിവിറ്റി വഴി ബ്രെയിനിൻ്റെ മൾട്ടിപ്പിൾ സബ് കോർട്ടിക്കൽ ഏരിയ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. സബ് കോർട്ടിക്കൽ ആൻഡ് കോർട്ടിക്കൽ ഏരിയ ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഒരു ഉണർവ് അനുഭവപ്പെടുകയാണ്. നമ്മുടെ വിഷ്വൽ സ്റ്റിമുലേഷനിൽ നമ്മുടെ അമിഗ്ഡല ആക്ടിവേഷൻ തുടങ്ങുകയാണ്. ബ്രെയിനിൻ്റെ ഹിപ്പോകാമ്പൽ ആക്ടിവിറ്റി കൂടുന്നതായിട്ട് നമ്മൾ വിഷ്വൽ സ്റ്റിമുലേഷനിൽ കാണുന്നുണ്ട്. ഈ ബ്രെയിനിൻ്റെ റിവാർഡിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമീൻ എന്ന് പറഞ്ഞ ന്യൂറോ ഹോർമോൺ റിലീസ് ചെയ്യും. അതൊരു പ്ലഷർ ഹോർമോണാണ്. നമുക്കറിയാം, നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേക സ്മെല്ല് തന്നെ ഡോപ്പമീൻ റിലീസ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ വലിയ മാളുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ്. ഒന്നും വാങ്ങിക്കാനല്ലെങ്കിലും ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ കയറി ഇറങ്ങുമ്പോഴൊക്കെ ഒരു പ്രത്യേക അനുഭൂതി കിട്ടാറുണ്ട്. അവിടെയുള്ള ആ സ്മെല്ലും നമുക്കിങ്ങനെയുള്ള ഡോപ്പമീൻ റിലീസ് നൽകും. നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷറബിൾ ഫീലിംഗ് ഉണ്ട്. അതൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഇതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, നമുക്കറിയാം, ചില രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നു. ആ ഒരു ബ്രെയിനിൻ്റെ ആക്ടിവേഷൻ, ഒരു പ്ലഷറബിൾ ഫീലിങ്ങിന് വേണ്ടിയാണ് ഈ രീതിയിലേക്ക് ആളുകൾ തിരിയുന്നത്.